നമസ്കാരം. രാജ്യത്തെ പരീക്ഷാ നടത്തിപ്പ് രീതികളിൽ സമഗ്രമായ പരിഷ്കരണങ്ങൾക്കും സുതാര്യതയുമൊക്കെ കൊണ്ടുവരുന്നതിനായി ഉന്നത അധികാര ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച കേന്ദ്ര സർക്കാർ. പ്രമുഖ IT കമ്പനിയായ ഇൻഫോസിസിന്റെ സഹസ്ഥാപകനും ടെക്നോളജി വിദഗ്ധനുമായ നന്ദൻ നിലേകനിയുടെ നേതൃത്വത്തിലാണ് സമിതി പ്രവർത്തിക്കുകയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെയാണ് മോദിയുടെ പ്രഖ്യാപനം. വിദ്യാർത്ഥികൾക്കായി നൽകിയ പ്രത്യേക വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് രാജ്യത്തുടനീളം ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഉയർന്നുവന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം. സാങ്കേതിക വിദ്യയിലൂന്നിയ പരീക്ഷാ പരിഷ്കരണം, പരീക്ഷാ നടത്തിപ്പിലും ചോദ്യപേപ്പർ വിതരണത്തിലും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി ചോർച്ചകളും ക്രമക്കേടുകളും പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള നിർദ്ദേശങ്ങൾ ടാസ്ക് ഫോഴ്സ് സമർപ്പിക്കും. ആധാർ ഉൾപ്പെടെയുള്ള പ്രൊജക്ടുകൾക്ക് നേതൃത്വം നൽകിയ നന്ദൻ നിലേകനിയുടെ മേൽനോട്ടത്തിൽ പരീക്ഷാ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യാനും സുരക്ഷിതമാക്കാനുമാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഭാവി സുരക്ഷിതമാക്കുന്നതിനും പരീക്ഷാ സമ്പ്രദായത്തിലുള്ള വിശ്വാസ്യത വീണ്ടെടുക്കുന്നതിനും ഈ നടപടി സഹായിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെ: ഇന്ത്യൻ സർക്കാർ വിദ്യാർത്ഥികളുടെ ഭാവിക്കായി നിരന്തരം വിവിധ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് കളിച്ചവർ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. കേസ് വിചാരണയ്ക്കായി നമ്മൾ ഇതിനകം ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിച്ചു കഴിഞ്ഞു. കടുപ്പമേറിയ നിയമവ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പാർലമെന്റിൽ പുതിയ നിയമനിർമ്മാണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്നാൽ നമ്മൾ ഭാവിയിലേക്ക് നോക്കേണ്ടതുണ്ട്. നമ്മളുടെ പരീക്ഷാ സമ്പ്രദായം സുതാര്യവും വിശ്വസനീയവുമാകണം. അതിൽ സാങ്കേതികവിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തണം. ഇത് മുൻനിർത്തിയാണ് ലോക പ്രശസ്ത ടെക്നോളജി വിദഗ്ധൻ നന്ദൻ നിലേകനിയുടെ നേതൃത്വത്തിൽ ഉന്നത അധികാര ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ തീരുമാനിച്ചത്. ഈ ടാസ്ക് ഫോഴ്സിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരാനിരിക്കുന്ന പരീക്ഷകളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിക്ക് പിന്നാലെ കടുത്ത നടപടികൾ പരീക്ഷാ ചോർച്ചയെ തുടർന്ന് കേന്ദ്രം സ്വീകരിക്കുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ ദിവസമാണ് രാജി സമർപ്പിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിസന്ധി പരിഹരിക്കാനും ഭാവിയിൽ ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാനും ലക്ഷ്യമിട്ട് ടാസ്ക് ഫോഴ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതും കടുപ്പമേറിയ ശിക്ഷാ നടപടികൾ ഉൾപ്പെടുത്തിയുള്ള പുതിയ നിയമനിർമ്മാണവും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ടാസ്ക് ഫോഴ്സിന്റെ സമഗ്ര റിപ്പോർട്ട് ലഭിച്ച ശേഷം പരീക്ഷാ ഏജൻസികളിൽ വലിയ അഴിച്ചുപണി നടത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. പൊതുപരീക്ഷകളിലെ അട്ടിമറിയും ചോദ്യപേപ്പർ ചോർച്ചയും തടയുന്നതിനുള്ള പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ടിൽ ഭേദഗതികൾ വരുത്താനും കേന്ദ്രം ഒരുങ്ങുകയാണ്. സമയബന്ധിതമായ അന്വേഷണം, ഫാസ്റ്റ് ട്രാക്ക് വിചാരണ, സംഘടിത പരീക്ഷാ തട്ടിപ്പുകൾക്ക് കടുത്ത പിഴയും ശിക്ഷയും എന്നിവയാണ് നിർദ്ദിഷ്ട നിയമത്തിലുള്ളത്. രാജ്യത്തുടനീളം നടക്കുന്ന പൊതുപരീക്ഷകളിൽ നൂതന സാങ്കേതിക വിദ്യകൾ എപ്രകാരം പ്രയോജനപ്പെടുത്താമെന്നും പരീക്ഷ നടത്തിപ്പിലെ സുതാര്യതയും കാര്യക്ഷമതയും എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും നന്ദൻ നിലേകനിയുടെ നേതൃത്വത്തിലുള്ള സമിതി വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും.